എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നയന ഒരുപാട് ലാഭം അനാമിക കൊണ്ടുവന്നതിൻ്റെ 100 ഇരട്ടി ലാഭം കമ്പനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതെന്താ അമ്മ കാണാത്തത് എന്ന് ചോദിക്കുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഓ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അവളെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നടന്നു, അതൊന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. അന്നേരം ഇത് കേൾക്കുന്ന നവ്യ പറയുന്നുണ്ട്, എടി കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരവസ്ഥയാണല്ലോ നിൻ്റെ അമ്മായിമ്മയുടെ കാര്യമെന്ന് നവ്യ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എന്താണെങ്കിലും പഴയത്തേക്ക് മാറ്റമുണ്ടല്ലോ, അത്രയൊക്കെ അമ്മയിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി, ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശവും അങ്ങോട്ട് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോഴേക്കും നവ്യ പറയുവാണ് നയനയോട്, നമുക്കിന്ന് അവിടെ നിൽക്കാമായിരുന്നു, ഇന്ന് ഒരു ദിവസം നിൽക്കണമെന്ന് അവരെല്ലാവരും ആഗ്രഹിച്ചതുമായിരുന്നു എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട്, നമ്മൾ ഈ വീട്ടിലെ കാര്യവും നോക്കണ്ടേ, നമ്മൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ വീട്ടിൽ വേറൊരു പ്രശ്നം ഉണ്ടാകരുത്, അതുകൊണ്ടാണ് ഇങ്ങ് പോന്നേക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ ചേച്ചി അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, നന്ദു ട്രെയിനിങ്ങിന് പോകുന്ന ദിവസം നമ്മളെല്ലാവരും അവിടെ കാണും. അതുപോലെ വേറെയും ഒരുപാട് ചടങ്ങുകൾ വരുമല്ലേ, ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ജനനം, ചോറൂണ, 28 കെട്ട്, അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ വന്നില്ലേ, അന്നേരം എല്ലാം നമ്മൾ ഒത്തുകൂടും, അതുപോലെ എന്ന് വെച്ച് നവ്യേനെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് നയന. പിന്നെ കാണിക്കുന്നത് നവ്യ താഴേക്ക് ഇറങ്ങി വരുമ്പം അന്നേരവും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ് അബി. അത് കാണുന്നതേ നവ്യയ്ക്ക് ദേഷ്യം വരും. നവ്യ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എപ്പോൾ നോക്കിയാലും നീ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കും, എനിക്കിത് തീരെ ഇഷ്ടമല്ല, നീ ആരെയൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം, ഈ പെൺകുട്ടികളെ ചാറ്റ് ചെയ്യുന്ന സ്വഭാവം നീ അങ്ങ് നിർത്തിക്കോണം, അല്ലെങ്കിൽ നിർത്തിക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറയും. അന്നേരം നീ വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണോ എന്ന് അബി ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, ഞാൻ വെറുതെ വഴക്കുണ്ടാക്കാൻ വന്നതൊന്നുമല്ല, അത് നിനക്കും അറിയാലോ, പിന്നെ നീ ഒന്ന് സൂക്ഷിച്ചിരുന്നു, എൻ്റെ അനിയത്തി SI ആകാൻ പോവാണ്, അവൾ SI ആയിക്കഴിഞ്ഞാൽ നിന്നെപ്പോലെയുള്ളവരെ പണ്ടേ ഇഷ്ടമല്ലാത്ത അവൾ നിന്നെയൊക്കെ ഇടിച്ചൊരു പരുവാക്കും, നോക്കിക്കോ എന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തി SI ആയാൽ എന്ത് ചെയ്യും, കള്ളക്കേസ് കൊടുക്കുമോ എന്നെ എന്ന് വയ്ക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, കള്ളക്കേസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഇഷ്ടംപോലെ കേസുകൾ നീ ആയിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ നശിപ്പിച്ച, നീ ഇല്ലാണ്ടാക്കി ഏതെങ്കിലും ഒരു പെൺകുട്ടി കൊണ്ടേ അങ്ങ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടെ തീരും നിൻ്റെ ജീവിതം, പിന്നെ നീ മൊട്ടിലഴിയും എന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, എടി അന്ന് ശബരിമലയ്ക്ക് പോയപ്പം ഒരു SI എന്നെ ആളറിയാതെ കൊണ്ട് ഇടിച്ചു, എന്നിട്ട് ആ ഇടിയും കൊണ്ട് തടവിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു ഞാൻ ചെയ്തത്, തിരിച്ച് അയാൾ അടിക്കുകയും അയാളുടെ കൈ അടിച്ചൊടിക്കുകയും ചെയ്തു, അതാണ് എൻ്റെ രീതി എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, എന്നിട്ട് ആ ഒടിഞ്ഞ കൈ കൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് പിന്നെയും നിനക്ക് തല്ല് കിട്ടിയില്ലേ, നീ എന്തിനാടാ ഇങ്ങനെ നാട്ടുകാരെ തല്ലുകൊള്ളാനായിട്ട് നടക്കുന്നത്, നിനക്ക് മര്യാദയ്ക്ക് ജീവിച്ചൂടെ എന്ന് ചോദിക്കും. അന്നേരം അബി പറയുന്നുണ്ട്, ഓ അവൾ കൂടുതൽ എന്നെ പഠിപ്പിക്കാനായിട്ട് വരുന്നു, നീ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്നുമില്ലെങ്കിലും നിൻ്റെ അനിയത്തിമാർക്ക് 2 പേർക്കും ജോലിയുണ്ട്, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ, ഒരാൾ വലിയ ഡിസൈനറാണ്, വേറൊരുത്തി 5 ശമ്പളം ഇനി മേടിക്കാൻ പോകുന്നു, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് പിന്നെയും ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ നീ അങ്ങ് സുഖിക്കേണ്ടെന്ന് ഈശ്വരൻ കരുതി കാണും, അതുകൊണ്ടാണ്. അന്നേരം അബി പറയുക, അതുകൊണ്ടൊന്നുമല്ല, നിനക്ക് അതിനുള്ള കഴിവില്ല, അവളുമാർക്ക് അതിനുള്ള കഴിവുണ്ട്, നിനക്ക് കഴിവുള്ളത് പെറ്റു കൂട്ടാനല്ലേ എന്ന് ചോദിക്കും. അധികം ദേഷ്യം വരും നവ്യയ്ക്ക്, നീ എന്താടാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അബി പറയുവാണ്, ആണായാലും പെണ്ണായാലും ഈ ഒരെണ്ണം മതി, ഓർണത്തിനെ കൊണ്ട് തന്നെ ഞാൻ മടുത്തിരിക്കുക, അതിൻ്റെ കൂടെയാണ് നിൻ്റെ കുഞ്ഞും കൂടി, എല്ലാത്തിനും കൂടെ സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അബി അങ്ങ് കയറി പോകുമ്പം നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ നവ്യയ്ക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് അനാമിക വരുന്നുണ്ട്, പരാതി പറയാനാണ് വരുന്നത്. അനാമികയുടെ മുഖമൊക്കെ അങ്ങ് വിഷമിച്ച് വല്ലാണ്ടിരിക്കുക കേട്ടോ. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, മോൾ ചായ കുടിച്ചോ എന്ന്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ മോളുടെ മുഖത്ത് എന്താ ഒരു വിഷമം പോലെ എന്ന് ചെയ്യും. അന്നേരം അനാമിക പറയുവാണ്, എനിക്ക് എന്താ വിഷമെന്ന് അമ്മായിക്ക് അറിയത്തില്ലേ, അവളോട് ഇങ്ങോട്ട് വരരുത് എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് ഓരോ കാരണങ്ങളുണ്ടാക്കി അവൾ ഇങ്ങോട്ട് വരും, അമ്മായിക്ക് പറ്റുമെങ്കിൽ അവളോട് ഇങ്ങോട്ട് വരരുത് എന്നൊന്ന് പറയാമോ, എനിക്ക് അവളുടെ മുഖം കാണുന്നതേ ദേഷ്യമാണ് എന്ന് അനാമിക പറയുവാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഈ പ്രാവശ്യം വന്നത് വെറുതെ അല്ലല്ലോ മോളെ, അവൾ SI ടെസ്റ്റ് പാസ്സായി അങ്ങനെ ഒരു ജോലിയിലേക്ക് കയറുന്ന കാര്യം ചേച്ചിമാരോട് പറയാൻ വേണ്ടിയല്ലേ വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുവാണ്, അങ്ങനെ പറയണമെങ്കിൽ തന്നെ അവൾക്ക് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എനിക്ക് അവളോട് ഇങ്ങോട്ട് വരരുത് എന്ന് പറയാൻ സാധിക്കില്ല, കാരണം അവളുടെ 2 ചേച്ചിമാർ ഇവിടുത്തെ മരുമക്കളാണ്, അപ്പോൾ പിന്നെ അവളോട് വരരുത് എന്ന് പറഞ്ഞാൽ ശരിയാകുമോ, ഇനി ഞാൻ അവളോട് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നയനയ്ക്കൊന്നും അത് ഇഷ്ടപ്പെടുകയില്ല, ഇനിയിപ്പം അവളെ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയോ പിണങ്ങി അവിടെ പോയി നിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമമാകും ആദർശന്, അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പം അനാമിക ചോദിക്കുന്നുണ്ട്, അമ്മായി എന്തിനാ അവളെയൊക്കെ ഇങ്ങനെ പേടിക്കാൻ പോകുന്നത്, അങ്ങനെ പോവുകയാണെങ്കിൽ അവളങ്ങ് പോട്ടെ എന്ന് വെക്കണം എന്ന് പറയും. അന്നേരം ദേവേനെ പറയും, എനിക്കങ്ങനെ വെക്കാൻ പറ്റില്ല മോളെ, കാരണം എൻ്റെ മകൻ്റെ
അവൻ്റെ മനസ്സെന്താണ് എന്ന് ഞാൻ അറിഞ്ഞതാണ്. അതുകൊണ്ട് അവന് സങ്കടമാകുന്ന ഒരു കാര്യവും ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറയും. അന്തേക്കും അനാമികയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലേ. അനാമിക പറയുന്നുണ്ട്, അല്ലെങ്കിലും വല്യമ്മ ഇപ്പോൾ അവളെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അവരെല്ലാവരും പറയുന്നത്, അത് മോളും കേൾക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പിന്നെയും പറയും. അന്നേരം പറയുന്നുണ്ട്, എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഇവിടെ എല്ലാവരുടെയും സ്വഭാവം മാറി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങോട്ട് പോകാൻ തുടങ്ങുക. ഈ സംഭവങ്ങൾ മൊത്തം നയന അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അനാമിക പോകാൻ വേണ്ടി തിരിയുമ്പോഴാണ് നയന അവിടെ നിൽക്കുന്നത് കാണുന്നത്. അന്നേരം, ഓ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ, ഞങ്ങൾ സംസാരിക്കുന്നത് എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയാണോ നീ ഇവിടെ നിന്നത്? അതെങ്ങനെയാ, പണ്ടേ കൾച്ചറില്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയത്തി ഇങ്ങോട്ട് വിളിച്ചു കയറ്റുന്നത്. ഇതൊന്നും ഈ ജന്മം നിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പോകത്തില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതെ, ഇതൊക്കെ ഞങ്ങളുടെ സ്വഭാവത്തിലുള്ളത് തന്നെയാണ്. പിന്നെ എൻ്റെ അനിയത്തിയെ ഞാൻ ഇനിയും വിളിച്ചു വരുത്തും. ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാനായിട്ട് തന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. അതിന് നിനക്ക് എന്താ കുഴപ്പം? എൻ്റെ അനിയത്തി ഇവിടെ വരുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ മനസ്സിൽ വെച്ചേച്ചാൽ മതി എന്നിങ്ങ് പറയുവാണ്. അന്നേരം അനാമിക പറയുന്നുണ്ട്, നിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അന്നേരം അറിയാലോ, പിന്നെ എന്തിനാ നീ എന്നോട് പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കാൻ വരുന്നത്? ഇതിങ്ങനെയൊക്കെ തനിയെ നടക്കുള്ളൂ എന്ന് പറയും. അന്നേരം പിന്നെയും പറയുവാണ്, ഓ ഒരുത്തി പോലീസ് യൂണിഫോം ഇടാൻ പോവുകയാണെന്ന്. ഇന്നത്തെ കാലത്തെ ഒരു പെൺകുട്ടികൾ ഇങ്ങനത്തെ ജോലിക്കൊന്നും പോവുകയില്ല, അന്നേരമാണ് അത് വലിയ കാര്യമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇത് ഇഷ്ടമല്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇതൊക്കെ നന്നായിട്ട് ഇഷ്ടമാണ്, അത് കിട്ടാത്തൊരു കുറ്റം പറയുമെന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, കിട്ടിയാലും നല്ല പെൺകുട്ടികളൊന്നും പോകില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതെ, ചങ്കുറപ്പില്ലാത്ത പെൺകുട്ടികൾ പോകില്ല. പക്ഷേ എൻ്റെ അനിയത്തി അങ്ങനെയല്ല, അവൾക്ക് നല്ല ധൈര്യമുണ്ട്. ഇങ്ങോട്ടൊരുത്തൻ തല്ലാൻ വന്നാൽ അടിച്ച് താഴെ ഇടാമെന്നുള്ള മനക്കെട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവൾ ഈ ജോലിക്ക് പോവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അനാമിക പറയുവാണ്, ഓ ഇനിയിപ്പോൾ പോലീസ് യൂണിഫോമിലൂടെ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ പൊല്ലാപ്പം അവൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ടറിയണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് പോവുക. അങ്ങോട്ട് അനാമിക പോയി കഴിയുമ്പോഴേക്കും നയന ഇങ്ങനെ ദേവേനെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, എൻ്റെ അമ്മായിമ്മ എന്നെ ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ആദർശേട്ടന് വേണ്ടിയാണോ, ഇനി അതിനപ്പുറം മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ദേവേനെ നോക്കുമ്പം ദേവേനി ഭയങ്കര പുച്ഛഭാവത്തിൽ നിൽക്കും കേട്ടോ. ആ പറഞ്ഞതെല്ലാം കേട്ടതാണല്ലോ നയന, ഇനിയിപ്പം ഇഷ്ടമുണ്ടെന്നൊന്നും തോന്നണ്ട എന്നുള്ളൊരു രീതി നിൽക്കുക. ഏതായാലും ദേവയാനിക്ക് നയന കൊടുത്ത ഓരോ മറുപടിയും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആ മുഖഭാവം കണ്ടാൽ അറിയാമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെയാണ് നയന ഓരോ കാര്യവും അനാമികയോട് തിരിച്ചു പറയുമ്പം ദേവയാനി നിന്നുകൊണ്ടിരുന്നത്. പിന്നെ കാണിക്കുന്നത് ജലജയും അനാമികയും ജാനകിയാണ്. ഇവർ 3 പേരൂടെ ഗൂഢാലോചന നടത്തുവാണ് നമ്മുടെ നയനെ എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കാൻ. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി ഇപ്പോൾ എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഏട്ടത്തിയെ കൂട്ടുപിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏട്ടത്തിക്ക് അവളിവിടുന്ന് പോകരുത് എന്നാണ് അതിന് കാരണമായിട്ട് പറയുന്നത് ആദർശിൻ്റെ പേരാണ് എന്നിങ്ങനെ ജാനകി പറയുമ്പം ജലജ പറയുന്നുണ്ട്, അത് നേരായിരിക്കുമെന്നേ, അസുഖമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഏട്ടത്തിക്ക് ഭയങ്കര കാര്യമാണ് ആദർശിനെ, അവന് വിഷമമൊന്നും ഉണ്ടാകരുത്, അവൻ്റെ ജീവിതം നന്നായിട്ട് പോകണം എന്നൊക്കെയാണ് മനസ്സിൽ, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആദർശും നയനയും തമ്മിൽ തെറ്റാനുള്ള കാര്യം നമ്മളങ്ങ് ചെയ്താൽ പോരെ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം അവന് അവളോട് എന്തെങ്കിലും ഒരു വിശ്വാസക്കേട് അല്ലെങ്കിൽ ഇഷ്ടക്കേട് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ പോരെ എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അവൾ ഒറ്റ ഒരുത്തിയാണ് ഈ വീട്ടിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ആദ്യം അവളെ ഇവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാകും എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, ആദർശ് നയനയെ വെറുക്കണം, വിശ്വാസവഞ്ചന ചെയ്തതായിട്ട് അവന് തോന്നണം, അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ, അതിനുള്ളതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം അവളിപ്പോൾ നല്ലൊരു ഡിസൈനറാണ്, അവൾ ഓഫീസിൽ പോകുന്നതുകൊണ്ട് നല്ല മെച്ചം ഉണ്ടാകുന്നുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ ആദർശനോടൊപ്പം തന്നെ കമ്പനിയുടെ തലപ്പത്തെത്തും. പിന്നെ നമ്മുടെയൊക്കെ കാലശേഷം അവരുടെ കയ്യിലിരിക്കും കമ്പനി, നമ്മുടെ മക്കൾക്ക് അന്തസ്സായിട്ട് ജീവിക്കേണ്ട ജലജയെ, അതിനുള്ളത് നമ്മളിപ്പോഴേ ചെയ്തു വെക്കണം എന്ന് പറഞ്ഞ് ഒന്ന് തിളപ്പിച്ച് വിടുവാണ്. അതിനുള്ളതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ജലജി അങ്ങ് പോയി കഴിയുമ്പം ജാനകി അനാമികയോട് പറയുവാണ്, അവളെ ഒന്ന് തിളപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അവളെല്ലാം ചെയ്തോളും, അതുകൊണ്ട് തന്നെ അവളുമാർ രണ്ടുപേരും നയനയും നവ്യയും പുറത്തു പോയാലും എൻ്റെ മോൾ ഇവിടെ തന്നെ കാണും, അതുകൊണ്ട് മോൾ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ അനാമിക ആശ്വസിപ്പിക്കുവാണ് ജാനകി. പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നന്ദു SI ടെസ്റ്റ് പാസ്സായത്, അതുകൊണ്ട് തന്നെ മനസ്സിലോർക്കുന്നുണ്ട് അവളൊരു മിടുക്കിയാണ്, അവൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്നുണ്ട്, പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയം തോന്നുമല്ലോ, അതുകൊണ്ട് അത് സാധിക്കില്ലല്ലോ എന്നിങ്ങനെ മനസ്സിലോർത്തിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത്.
അന്നേരം ജലജ വരുന്നതേ പറയുന്ന അനാമികയുടെ സങ്കടത്തിനെ പറ്റിയാണ്. പിന്നെ ഏട്ടത്തിയും ഇപ്പോൾ അവളുമാരെ സപ്പോർട്ട് ചെയ്യല്ലേ, അതിൻ്റെ വിഷമമുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് അവരുടെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ, അനാമിക മോളോട് ഞാനത് പറഞ്ഞതാണല്ലോ എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി ആദർശിന് നയനെ വിട്ടുപിരിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെ നിൽക്കുന്നത് എന്ന്. അപ്പം നമ്മൾ വേറൊരു മാർഗ്ഗം ചെയ്താൽ മതിയല്ലോ, ആദർശ് അവളെ വെറുക്കാനുള്ള എന്തെങ്കിലും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം തീരില്ലേ, അവൻ തന്നെ അവളെ ഇവിടുന്ന് പുറത്താക്കിക്കോളും, അതിനുള്ളത് എന്തെങ്കിലും ചെയ്തു വെച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം ദേവേനെ മനസ്സിലോർക്കുന്നുണ്ട്, അങ്ങനെ എൻ്റെ മരുമകളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും എൻ്റെ മരുമകൾ ഈ വീട്ടിൽ തന്നെ കാണും എന്നിങ്ങനെ മനസ്സിൽ പറയും. എന്നിട്ട് പുറമെ ചോദിക്കുവാണ്, അതിനിപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന്. അന്നേരം ജലജ പറയുന്നുണ്ട്, അതിനുള്ള മാർഗ്ഗമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, അവളെ ഏതെങ്കിലും ഒരു മോഷണ കേസിൽ പ്രതിയാക്കിയ പോരെ, അവൾ ആ ചെയ്തതെന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ നമ്മളങ്ങ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവളോടുള്ള വിശ്വാസം ആദർശിന് കുറയുകയും ചെയ്യും, അവളെ ഇവിടുന്ന് അവൻ ചിലപ്പോൾ പുറത്താക്കുകയും ചെയ്യും. അന്നേരം ഏട്ടത്തിയുടെ ആഗ്രഹം നടക്കില്ലേ, ഏട്ടത്തിക്കും അത് തന്നെയല്ലായിരുന്നോ മനസ്സിലെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അന്നേരം ദേവയാനി മനസ്സിലോർക്കുക, ഈശ്വര ഇവളെന്താ ചെയ്യാൻ പോണേന്ന് അറിയണമെങ്കിൽ ഇവളുടെ കൂടെ നിന്നാലല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ മനസ്സിലോർക്കുക. എന്നിട്ട് അതൊക്കെ നല്ല കാര്യമാണ് അങ്ങനെ അവൾ പോയാൽ, പക്ഷെ അതെങ്ങനെ നടക്കുമെന്നാണ് നീ പറയുന്നത്, നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, അതൊക്കെ ഞാനങ്ങ് ചെയ്തോളാം എന്നിങ്ങനെ പറയുമ്പം ദേവേനെ പിന്നെ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും കേട്ടോ, എങ്ങനെയാ ജലജയുടെ മനസ്സിലെ ഐഡിയ എന്നിങ്ങൊന്നും അറിയണമല്ലോ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ജലജ പറയുക, ആ ഐഡിയയെപ്പറ്റി ഓർത്ത് ഏട്ടത്തി തല പുണ്ണാക്കുകയൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം എല്ലാ കാര്യങ്ങളും. ഏതായാലും അവൾ ഓഫീസിൽ പോകുന്നുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും തിരിമറി നമ്മുടെ അബിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും മതിയല്ലോ, അതെന്തെങ്കിലും ഞാൻ അങ്ങ് സെറ്റ് ചെയ്യിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോവുകയാണ്. ഏതായാലും ജലജി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ദേവേനെ ഓർക്കുവാണ്, ഇല്ലടി അങ്ങനെ എൻ്റെ മരുമകളുടെ കണ്ണ് നിറയ്ക്കാൻ ഞാൻ ആരും അനുവദിക്കില്ല, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അതൊന്നും സംഭവിക്കാതെ നോക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാകും, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സാധിക്കില്ല എന്ന് തന്നെ മനസ്സിലോർത്ത് നിൽക്കുവാട്ടോ ദേവേനി. പിന്നീട് ഈ കാര്യങ്ങളെല്ലാം ജലജ പോയി അഭിയോട് പറയുക. അന്നേരം അഭിക്കൊരു സംശയമാട്ടോ, ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോൾ, നീ സംശയിക്കാനൊന്നും നിൽക്കണ്ട, ഏതായാലും നിൻ്റെ വല്യമ്മായ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു അവർ സപ്പോർട്ട് ഉണ്ടാവുമെന്ന്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ആദർശിന് വേണ്ടി മാത്രമാണ് അവളെ സ്നേഹിക്കുന്നതെന്ന്, അതുകൊണ്ട് നീ അങ്ങ് ചെയ്തോ എന്നിങ്ങനെ പറയും. അന്നേരം അഭി ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്, നേരത്തെ ഒരു കാര്യം ചെയ്തപ്പം ഈ അമ്മായി തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ കയറ്റി എനിക്ക് ഇടി തന്നത് എന്ന് പറയും. അന്നേരം ജലജ, പിന്നെ കരൾ തരാത്ത ഒരു പെൺകുട്ടിക്ക് 50 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി, അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കും. അന്നേരം ആ ഐഡിയ പറഞ്ഞു തന്ന അമ്മ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം, ഞാൻ ഐഡിയ പറഞ്ഞു തന്നു, അത് നീ നല്ല രീതിയിൽ നടത്തണമായിരുന്നു എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ അതേപ്പറ്റി ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല, എങ്ങനെയെങ്കിലും ആ നയനെയും നവ്യ ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം, അവൾക്ക് നല്ല തലച്ചോറുണ്ട്, അതുകൊണ്ട് തന്നെ അവൾ ഈ വീട്ടിലോട്ട് കയറി വന്നേ പിന്നെയാണ് നമ്മുടെ ജീവിതം ഇതുപോലെ ആയത്, ഇനി അവിടെ എന്തെങ്കിലും ഒരു പച്ചപ്പോ തളിർപ്പോ ഉണ്ടാകണമെങ്കിൽ അവൾ ഈ വീട്ടിൽ നിന്ന് പോകണം, അതിന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ചെയ്യാമെന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഓഫീസിലേക്ക് വരുന്നുണ്ട്, അവിടെ തന്നെ നീയും ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു തിരിമറി നടത്തി അത് നയനയുടെ തലയിൽ ഇടണം, അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, അത് ചെയ്തല്ലേ പറ്റുള്ളൂ, നമ്മുടെ ജീവിതം ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവളെ പുറത്താക്കണം, അതുകൊണ്ട് ഇന്ന് തന്നെ അവളെ കള്ളിയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോകുമ്പം ഇതെല്ലാം ഇപ്പം നടക്കും, എല്ലാം അവരുടെ കയ്യിലോട്ട് കിട്ടും എന്നുള്ളൊരു മനോഭാവത്തിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് ജലജ.